السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام عليك يا سيدنا يا رسول الله. خذ بأيدينا قلت حيلتنا دركنا وآل كل وصحابة أجمعين. ഏറ്റവും സ്നേഹാദരണീയരായ സഹോദരി സഹോദരന്മാരും മാന്യ ശ്രോതാക്കളെ, അള്ളാഹു ജല്ല ജലാലു എല്ലാവിധ മാരണങ്ങളിൽ നിന്നും ആലുക്കളിൽ നിന്നും നമ്മെ നമ്മോട് ബന്ധപ്പെട്ടവരെയും പൂർണ്ണമായി കാത്തു സംരക്ഷിക്കുമാറാവട്ടെ. സിഹിറും ഹസദും നമ്മൾ മാനസികമായിട്ടും ശാരീരികമായിട്ടും കുടുംബപരമായിട്ടും എല്ലാ നിലക്കും നമ്മളെ പരാജയത്തിലേക്ക് കൂപ്പുകുത്തിക്കുന്ന സംഗതികളാണ്. അസൂയ എന്ന് പറഞ്ഞത് യഥാർത്ഥത്തിൽ അത് സിഹിറിൻ്റെ അതേപോലെ തന്നെ നമുക്ക് ഫലിക്കുന്നതാണ്. പലപ്പോഴും അസൂയ വെക്കുന്ന ആളുകളുടെ അസൂയ കാരണമായിട്ട് കൈകാലുകൾ തളർച്ചയും മാനസികമായും ശാരീരികമായിട്ടും പ്രയാസങ്ങളും വിഷമങ്ങളും ഒരു ഇടുക്കവും തളർച്ചയുമൊക്കെ നമുക്ക് നേരിടുന്നതാണ്. അതുപോലെ തന്നെ സിഹിറും അങ്ങനെ തന്നെയാണ്. നമ്മളെ എല്ലാ നിലക്കും തളർത്തി കളയുന്ന ഒന്നാണത്. ഇങ്ങനെ നമുക്ക് സംഭവിച്ചാൽ അതിൽ നിന്ന് മോചനത്തിന് വേണ്ടി നാം ചെയ്യേണ്ട ചില കാര്യങ്ങൾ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അത് മറ്റൊന്നുമല്ല, ലാദുലുൽ വഹാബുൽ ഖനിയു ലാഹിറുൻ നാഫിയുൽ വാജിദ് എന്നീ ഇസ്മുകൾ ഈയത്തകടിൽ എഴുതി നമ്മൾ വെള്ളത്തിൽ സ്ഥാപിക്കുകയാണ് വേണ്ടത്. എന്നിട്ട് യാ അദുലു യാ വഹാബ് യാ ഖനിയ ലാഹിറു യാ നാഫിയ വാജിദ് എന്ന് 14 പ്രാവശ്യം അസ്മാഉൽ ഹുസ്ന ഒരു പ്രാവശ്യവും ചൊല്ലുക. രാത്രിയിൽ പകലും ഇത് ആവർത്തിക്കുക. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ ഇങ്ങനെ ആവർത്തിച്ചാൽ 7, 14, 21 ദിവസം ആവർത്തിച്ചാൽ നമുക്ക് സിഹിർ, യസദ് എന്നിവ ഒഴിഞ്ഞു പോകുന്നതും തീയും വെള്ളവും കാണുമ്പോൾ ഉള്ള നമുക്കുള്ള ഭയങ്ങൾ ചില ആളുകൾക്കുണ്ടാവും, അതൊക്കെ തീരുന്നതാണ്. അതുപോലെ തന്നെ പ്രതാപവും സന്തോഷവും നമുക്ക് വന്നെത്തും. ഹൃദയത്തിന് ചാഞ്ചല്യമുള്ള ആളുകൾക്ക് സമാധാനം കിട്ടുന്നതും ഇനി ഭ്രാന്ത് പോലുള്ള വസ്വാസ് പോലുള്ള മാനസികമായ മറ്റ് പ്രശ്നങ്ങളൊക്കെ ഇതുകൊണ്ട് തീരാൻ അത്രയും പവറുള്ള ദിക്റുകളാണ് ഈ ദിക്റുകളെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹു ഈ അദ്കാറുകളുടെയൊക്കെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാവിധ പ്രയാസങ്ങളും എല്ലാവിധ ശത്രുക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്ന് അള്ളാഹു തആല നമ്മെ നമ്മോട് ബന്ധപ്പെട്ടവർ കാത്തുരക്ഷിക്കുമാറാവട്ടെ. റഹ്മതിക യാ അർഹമർ റഹീമീൻ.